ഹലോ, ഇന്ന് മമ്മിയുടെ സ്പെഷ്യലാണ്. ഇതെന്താണെന്നറിയാവോ? മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില എല്ലാം. ഇന്ന് എന്താ തോരൻ വെക്കേണ്ടതെന്ന് വെച്ചാൽ മമ്മി പറഞ്ഞു ഇന്ന് നമുക്ക് മുരിങ്ങയില തോരൻ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗ്യാസിൽ ചീഞ്ചട്ടി എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ അതിനകത്ത് വെളുത്തുള്ളി ഇട്ട് മമ്മി നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓമയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതും കഴിച്ച് ഇതിന് വേണ്ട മിക്സ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് മമ്മി ഒന്ന് മിക്സ് ചെയ്തു. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അത് ഇളക്കി. പിന്നെ തേങ്ങയിട്ട്, തേങ്ങയാണെങ്കിൽ നേരത്തെ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തേങ്ങ അത് കുറേശ്ശെയിട്ട് ഇളക്കി. പിന്നെയും മമ്മി അത് വീണ്ടും നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് പാത്രത്തിനകത്ത് നല്ല ഫ്രിഡ്ജ് വെച്ചേക്കുക, അപ്പോൾ ഇച്ചിരി കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചിരണ്ടി തോരനകത്ത് ഇട്ടിട്ട് ഒരു മുട്ടയും കൂടെ അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചു. മുരിങ്ങയില തോരന് മുട്ടയിട്ടാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ അതും മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് വീണ്ടും നല്ലതായിട്ട് ഇളക്കിലാണ് കാര്യം മോനെ ദിനേശ. അപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മി മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഏകദേശം 5 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ചീഞ്ചട്ടിയിലേക്ക് പിഴിഞ്ഞിട്ടിട്ട് വീണ്ടും മമ്മി അത് മൊത്തം മിക്സ് ചെയ്യാൻ വേണ്ടി, നന്നായിട്ടാവാൻ വേണ്ടി വീണ്ടും ഇളക്കി. അങ്ങനെ ഇളക്കി എനിക്ക് തോന്നുന്നു അതും ഒരു 5-7 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കൂട്ടെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ലതായിട്ട് ഇളക്കി. ഞാൻ പറഞ്ഞു തന്നെ മടുത്തു. ഇളക്കി അങ്ങനെ നല്ലതായിട്ട് ഇളക്കും തോറുമാണ് നമുക്ക് രുചി കൂടുന്നത്. അങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി. ഇനി അടച്ചു വെക്കാൻ മമ്മി പറഞ്ഞു, അപ്പോൾ അടപ്പെടുക്ക് നമുക്ക് അടച്ചു വെക്കാൻ. അങ്ങനെ ഇളക്കിയിട്ട് മമ്മിക്ക് മതിയാവുന്നില്ല. അങ്ങനെ അടപ്പെടുത്ത് അടയ്ക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ അടപ്പെടുത്ത് അടച്ച് വെച്ചു. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മളത് തുറന്ന് നോക്കി. നമ്മുടെ മുരിങ്ങയില തോരൻ നല്ല സെറ്റായി. ഓക്കേ, ബായ്.